അടുത്തത് ബയോളജി ലാസ്റ്റ് ചാപ്റ്റർ 31st ചാപ്റ്റർ ആണ് ഇമ്മ്യൂണോ ബയോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ട പ്രതിരോധ ശേഷിയാണ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് സെൽസ് ആണ്, അതുപോലെ ടിഷ്യൂസ് സോളിബിൾ ഫാക്ടേഴ്സ് ഇതെല്ലാം കൂടിയുള്ള ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിൽ ആന്റിബോഡി എന്താണ് ആന്റിബോഡീസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിബോഡീസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ മോളിക്യൂൾ ആണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസിലാണ് ഇൻ റെസ്പോൺസ് ടു ആന്റിജൻ. ഒരു ആന്റിജനെതിരെ ആന്റിബോഡീസ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് ആന്റിബോഡി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. അതുപോലെ തന്നെ വരുന്ന ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. രണ്ട് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്. നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി വരുന്നുണ്ട്, അതുപോലെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വരുന്നത് ഫിസിക്കൽ ബാരിയേഴ്സ് വരുന്നുണ്ട്, ഫാഗോസൈറ്റിക് സെൽസ് വരുന്നുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നത് ഒന്ന് സ്കിൻ ആണ്, ഒന്ന് എപ്പിത്തീലിയൽ ലിംബ് ആണ്, മറ്റൊന്ന് ബോഡി സെക്രീഷൻ ആണ്. ഇതാണ് മൂന്നെണ്ണം വരുന്നത്. അക്വയർഡ് ആണെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ആക്റ്റീവ്ലി അതുപോലെ പാസീവ്ലി ആണ് രണ്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റീസിൽ വരുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്.